വരും രക്ഷകനല്ലയോ ഹരിതാ വരും ഹരിതാ വരും രക്ഷകൻ. സ്ഥാനമേൽക്കുവാൻ യോദാന ചിങ്കൽ വരുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കടവിലേക്ക് കടന്നു വരുവാൻ, പ്രാർത്ഥിച്ച ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേക സ്നേഹവന്ദനം. സ്നാനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, പിതാവായ ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽപ്പെട്ടതും ദൈവസഭയുടെ നടപടിക്രമങ്ങളിൽപ്പെട്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്നാനം എന്നുള്ളത്. കാലാകാലങ്ങളിൽ നമുക്ക് ഈ സത്യം തിരിച്ചറിയുവാനും ഈ സത്യത്തിന് വേണ്ടി നിൽക്കുവാനും ഈ സ്നാനപ്പെടുവാനുമൊക്കെ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. ഇന്ന് പകൽ ഈ കുഞ്ഞുങ്ങൾ ഈ സ്നാനക്കടവിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ചൊരിയപ്പെടേണ്ടതിന് നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ വിശുദ്ധ തിരുവഴുത്തിൽ സ്നാനവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അന്ത്യകൽപ്പനയാൽ, സ്തോത്രം, അന്ത്യനിയോഗം എന്ന് പറയുന്നത് പോലെ അന്ത്യകൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ ഇപ്പോൾ പരസ്യമായി പ്രിയ ബാബുച്ചാൻ വായിക്കും. അതിനായി പ്രിയ ബാബുച്ചാനെ ക്ഷണിക്കുന്നു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ